വെള്ളത്തിൻ്റെ അളവ് കൂട്ടി അഴുക്കുകളെ പുറന്തള്ളാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് കർക്കിടകം. അപ്പോൾ എപ്പോഴും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഈ പ്രകൃതിയിലുള്ളതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് അഴുക്കുകളെ പുറന്തള്ളാനുള്ളൊരു ടെൻഡൻസി ശരീരത്തിനുണ്ട്. ജലാംശം കൂടുതലാണ്, റിട്ടൻഷൻ കൂടും. അപ്പോൾ ഈ സമയത്താണ് മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നത്. മുരിങ്ങയില ദഹിപ്പിക്കണമെങ്കിൽ ഒരുപാട് ചൂട് വേണം. അതിൽ അയണിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇത് കഴിച്ചാൽ ഉറപ്പായിട്ടും ലൂസ് മോഷൻ ഉണ്ടാകും. അത് വിഷമായിട്ട് പ്രവർത്തിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആഹാരവും കാലദേശ പ്രമാണം അനുസരിച്ചാണ് കഴിക്കേണ്ടത്. 6 തൊട്ട് 7 വരെ കളറി, 7 തൊട്ട് എല്ലാവർക്കും കളരി അഭ്യസിക്കാനുള്ള ഇതുണ്ട്. ആവശ്യക്കാർക്ക് എല്ലാവരോടും ചെയ്യണം എന്ന് പറയുന്നത് അതൊരു തുറന്ന ലോകമാണ്. കർക്കിടക മാസം വരാൻ പോവാണ്. അപ്പോൾ ഈ കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കുന്നു, അത് ചെയ്യുന്നു, മുരിങ്ങ ഇല്ല കഴിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ശരിക്കും ഈ കർക്കിടക ചികിത്സയ്ക്ക് പോവുക അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുക, ഇതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനപരമായ അർത്ഥമുണ്ടോ, കാര്യമുണ്ടോ ചെയ്യുന്നതുകൊണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ദിനചര്യ ഋതുചര്യ പ്രകൃതിയുടെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിടരുന്നു. എന്തേ? ആ സൂര്യരശ്മികളുടെ പ്രവർത്തനം, അതിൻ്റെ ഇൻഫ്ലുവൻസ് താമരയിൽ ചില രാസ വ്യതിയാനങ്ങൾ വരുത്തുകയും ആ മുട്ട് വിടർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ്റെ അളവ്, ആ കെമിക്കലിൻ്റെ അളവ് കുറയുകയും മറ്റ് ഡോപ്പമൈൻസ് കൂടുകയും ചെയ്യുമ്പോഴാണ് ഉണർവ് എന്ന ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നത്. അതുപോലെ കർക്കിടകം എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ മേഘം മൂടി കിടക്കുക. ഈ ഇവിടത്തെ കർക്കിടകം ലോകം മുഴുവൻ കർക്കിടകമല്ല കേട്ടോ, ഇങ്ങനെയും കൂടെ ഉണ്ട്. അപ്പോൾ മേഘം മൂടി കിടക്കുക, പിന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുക, അമിതമായ ചൂടില്ല. അപ്പോൾ ഇത് ഈ സമയത്തേ കർക്കിടക ചികിത്സ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ റീജുവനേഷൻ പാടുള്ളൂ എന്നില്ല. അതിന് ഒരു സാങ്കേതികത ഇവിടെ ഉണ്ട്. പണ്ട് കാലത്ത് ഫാനില്ല, ലൈറ്റില്ല, ഈ ഇലക്ട്രിക് ലൈറ്റില്ല, പിന്നെ AC ഇല്ല. അപ്പോൾ എപ്പോഴും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാവരും ഉറക്കത്തിലേക്ക് പോകും, സൂര്യന് ഉദിക്കുമ്പോൾ എല്ലാവരും ഉണരും. അങ്ങനെയായിരുന്നു. സൂര്യനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ മഴ വരുമ്പോൾ എല്ലാവരും വീട്ടിനകത്തിരിക്കും, അമിത ചൂട് വരുമ്പോൾ മരത്തണലിലിരിക്കും, മിതമായ ചൂടുള്ള സമയത്ത് മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ എല്ലാം പ്രകൃതിയുമായിട്ട് ചേർന്നായിരുന്നു. അപ്പോൾ കർക്കിടകത്തിൻ്റെ പ്രത്യേകത, ഒരു മാസം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. അപ്പോൾ ഒരു വേലയും നടക്കില്ല, ബാഹ്യമായിട്ടുള്ള കൃഷി മറ്റു ഒരു മെയിൻ കാര്യങ്ങളും നടക്കില്ല, എപ്പോഴും വീട്ടിനകത്തിരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഈ നദികളെല്ലാം കവിഞ്ഞൊഴുകും. ഈ നദികൾ ശരീരത്തിലെ ഇതാണ് ട്രാക്ക് പോലെയാണ്, ബ്ലഡ് വെസൽസ് പോലെയാണ്. ഈ പിന്നെ കരയിൽ മനുഷ്യനിടുന്ന വിസർജ്യങ്ങളും മറ്റ് അഴുക്കുകളെല്ലാം ചെറിയ ചെറിയ ചാലുകളിലൂടെ സ്വീകരിച്ച് അത് നദികളിൽ വീണ് ആ നദികൾ തന്നെ എല്ലാം കൂടി വലിച്ചു കൊണ്ട് കടലിൽ കളയും. കടലിൽ നിന്ന് അത് വീണ്ടും സൂര്യൻ ചൂടാക്കി ആവിയാക്കി മുകളിൽ കൊണ്ടുപോയി മഴയായിട്ട് വീണ്ടും ഈ കരയിലിടും. കരയിൽ നിന്ന് വീണ്ടും ഈ അഴുക്കിനെ കൊണ്ടുപോയി ഇതൊരു ചാക്രികമായ, ശരിക്കും പ്രകൃതിദത്തമായ, പ്രകൃതിയിലുള്ള ഒരു ക്ലീനിങ്ങും പ്രോസസ്സിങ്ങുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ആ ക്ലീനിങ് കുറച്ച് കൂടുതൽ നടക്കുന്ന സമയം, ജലത്തിൻ്റെ ആധിക്യം കൂടുമ്പോൾ ശരീരത്തിലും ജല ആധിക്യം കൂടും. പ്രകൃതിയിലുള്ള എല്ലാ മാറ്റവും ശരീരത്തിൽ നടക്കുകയാണ്. അപ്പോഴും ശരീരത്തിൽ നിന്ന് ഈ പ്രകൃതിയിലുള്ളതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് അഴുക്കുകളെ പുറന്തള്ളാനുള്ളൊരു ടെൻഡൻസി ശരീരത്തിനുണ്ട്. ജലാംശം കൂടുതലാണ്, റിട്ടൻഷൻ കൂടും. അപ്പോൾ ആ സമയത്ത് നീര് പോലെ വരും. അപ്പോൾ ഈ സമയത്താണ് മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നത്. മുരിങ്ങയില ദഹിപ്പിക്കണമെങ്കിൽ ഒരുപാട് ചൂട് വേണം. അതിൽ അയണിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. മുരിങ്ങയിലായാലും മുരിങ്ങയ്ക്കായാലും അതിൻ്റെ അയൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ ശരീരത്തിന് അഗ്നിയുടെ അളവ് കൂടുതലാണ്. ജലം കെട്ടി നിൽക്കുന്ന ദേഹത്ത് ഇത് കഴിച്ചാൽ ഉറപ്പായിട്ടും ലൂസ് മോഷൻ ഉണ്ടാകും. അത് വിഷമായിട്ട് പ്രവർത്തിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആഹാരവും കാലദേശ പ്രമാണം അനുസരിച്ചാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഈ മഴക്കാലത്ത് വെള്ളം കൂടുതൽ ദേഹത്തുള്ളപ്പോൾ
മുരിങ്ങയില എന്ന് പറയുന്നത്, മുരിങ്ങയില പോലെയല്ല, പല മരുന്നുകളും ഈ വെള്ളം കൂടുതലുള്ള സമയത്ത് കൊടുക്കൂല. ഓ അത് ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പൊതുവേ ദേഹം അഴുക്ക് പുറന്തള്ളാൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു കാലാവസ്ഥയാണ് കർക്കിടക മാസം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് അന്നത്തെ ആൾക്കാർ നോക്കുമ്പോൾ പിന്നെ ചികിത്സാ കേന്ദ്രങ്ങൾ, ഈ ചികിത്സ എപ്പോഴും ഒരു അമിത ഉഷ്ണവും വരരുത്, അമിത തണുപ്പും വരരുത്, ആ ഒരു പിന്നെ സമാവസ്ഥയിലാണ് ചികിത്സ ചെയ്യേണ്ടത്. അപ്പോൾ ഉഷ്ണകാലത്ത് ഇത് ചെയ്താൽ ഏർലി മോർണിംഗ് ചെയ്യേണ്ടി വരും, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സൂര്യാസ്തമനത്തിന് ശേഷം. സൂര്യാസ്തമനത്തിന് ശേഷം അപാനവായുവിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് അത് ചികിത്സ ഫലിക്കില്ല. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് ഏർലി മോർണിംഗിലാണ്, ഉഷ്ണകാലത്ത്. എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നന്നായിട്ട് എല്ലാവരും എൻഗേജ് ആകാൻ പറ്റുന്ന ത്രൂ ഔട്ട് ദ ഡേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് കർക്കിടകത്തിലാണ്. കാരണം ബാലൻസ്ഡ് ക്ലൈമറ്റ്, ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഓക്കെ. അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയം, മറ്റ് ജോലിയൊന്നുമില്ല, എല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ ചികിത്സാ കേന്ദ്രത്തിൽ പോവുക. ചികിത്സാ കേന്ദ്രത്തിലോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ടേൺ ബേസിസിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ നാം ഇവിടെ ഈ റൂമിനകത്തിരിക്കുന്നു, ഇതിനകത്ത് പുറത്തെ ചൂടൊന്നും ഇല്ലല്ലോ. കാരണം ആർട്ടിഫിഷ്യലായിട്ട് നാം അത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാലം ഒരു വലിയ ഘടകമല്ല ചികിത്സയ്ക്ക്. അതുകൊണ്ട് കർക്കിടകത്തിൽ ഉടനെ ചികിത്സ ചെയ്യണം എന്ന ആ ഒരു ശാഠ്യത്തിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. 2, പിന്നെ ദേഹം ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി അഴുക്കുകളെ പുറന്തള്ളാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് കർക്കിടകം. ഇത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ആഹാരത്തിൻ്റെ വ്യതിയാനങ്ങളും കൊണ്ട് ഇതേ അവസ്ഥ ഇന്ന് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ശാസ്ത്രവും നമ്മുടെ സാങ്കേതിക സൗകര്യങ്ങളും പിന്നെ പ്രകൃതിയുടെ ചില താളങ്ങളെ അല്ലെങ്കിൽ ശാഠ്യങ്ങളെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്നു. പണ്ട് ചന്ദ്രന് പോകാൻ പറ്റുമായിരുന്നു? ഇല്ല. അപ്പോൾ ഭൂഗുരുത്വ ബലത്തെ എന്ത് മുകളിലോട്ട് പോയാലും ഭൂമി പിടിച്ച് താഴേക്കിടും. എന്നാൽ ശാസ്ത്രം വളർന്നിട്ട് എന്ത് ചെയ്തു? ആ ഭൂഗുരുത്വ ബലത്തിനെതിരെ കുതിച്ചു പോകാൻ കഴിവുള്ള ഒരു എഞ്ചിൻ ബുദ്ധി കൊണ്ട് അവനുണ്ടാക്കിയെടുത്തു. ആ ശക്തിയുടെ മുന്നിൽ ഭൂഗുരുത്വ ബലം തോറ്റു. അപ്പോഴാണ് അവൻ സ്പേസിലേക്ക് കുതിച്ചത്, ശാസ്ത്രം. ഇതുപോലെ നമുക്ക് പ്രകൃതി തരുന്ന പല പരിമിതികളെയും യുക്തിപൂർവം നമുക്ക് മാറ്റാം. പക്ഷെ അമിതമായ മാറ്റവും അന്ധമായ മാറ്റവും ആണ് രോഗമായി പരിണമിക്കുന്നത്. അതുകൊണ്ട് കർക്കിടകത്തിൽ ചികിത്സ ചെയ്യുന്നത് ഈ ദേഹത്ത് നാച്ചുറലി കിട്ടുന്ന വെള്ളം ഉള്ളത് കൊണ്ട് അത് ഫലം കൂടും. സ്ട്രെയിൻ, അതായത് അതിന് എടുക്കേണ്ട ആ ഒരു പിന്നെ എഫർട്ട് നമുക്ക് കുറയ്ക്കാം. ഈ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതെ. അപ്പോൾ ഇൻറ്റിമസിയിൽ ഈ കർക്കിടകത്തിന് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? കർക്കിടകം എന്ന ഒരു പേരിൽ നമ്മൾ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല. പക്ഷെ പൊതുവെ ആൾക്കാർ കൂടും. കാരണം എല്ലാവരും, നമുക്ക് മാറ്റമില്ല, വരുന്നവർക്കാണ്. എല്ലാവരുടെ മനസ്സിലും കർക്കിടകം. അപ്പോൾ അവർ മനസ്സുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ഒന്ന് തയ്യാറാണ്. അതും നല്ലൊരു ഘടകമാണ്. മെന്റലി റെഡിയാണ്, എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് സംഭവിക്കും. അപ്പോൾ കർക്കിടകത്തെ ചികിത്സിച്ചാൽ നല്ല മാറ്റം വരും എന്ന ഒരു ധാരണയുമുണ്ട്. പിന്നെ ദേഹത്ത് നാച്ചുറലി ഇച്ചിരി വെള്ളത്തിൻ്റെ അളവ് കൂടുതലുമാണ്. അപ്പോൾ ഔഷധ പ്രയോഗത്തിൻ്റെയോ അല്ലെങ്കിൽ അമിതമായ ശ്രദ്ധയുടെ ആവശ്യമില്ല. പ്രകൃതി തരുന്ന ആ സഹായത്തെ നമുക്ക് സാങ്കേതികമായി ഉപയോഗിക്കാനും കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ പ്രയോജനം കുറഞ്ഞ സമയം കൊണ്ട് കൊടുക്കാനും ഈ കാലഘട്ടത്തിൽ പറ്റും. അതൊരു വലിയ ഘടകം തന്നെയാണ്. അതെ. അപ്പോൾ നോർമൽ ഡേ പോലെ തന്നെയാണ് അവിടെ ഉണ്ടാവുക. അതെ, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പ്രോഗ്രാം. നമ്മുടെ ദിവസം അവിടെ ഏകദേശം ഒരു 6 o'clock തുടങ്ങും. 6 തൊട്ട് 7 വരെ കളരി, 7 തൊട്ട് എല്ലാവർക്കും കളരി അഭ്യസിക്കാനുള്ള ഇതുണ്ട്. ആവശ്യക്കാർക്ക് എല്ലാവരോടും ചെയ്യണം എന്ന് പറയുന്നില്ല. അതൊരു തുറന്ന ലോകമാണ്. അപ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് 6 മണിക്ക് കളരി തുടങ്ങും. താല്പര്യമുള്ളവർക്ക് അതിൽ പോകാം. ചിലർക്ക് എനിക്ക് അത് വേണ്ട, ഓക്കെ, മാറി നിൽക്കാം. 7 മണിക്ക് യോഗ തുടങ്ങും. അപ്പോൾ അവർക്ക് ചിലർക്ക് പറയാം എനിക്ക് യോഗയൊന്നും വേണ്ട. അപ്പോൾ മറ്റുള്ളവർക്ക് പൂളിൽ പോയി നീന്താം. ഡോക്ടർമാർ ഇതൊക്കെ നിർദ്ദേശം കൊടുക്കും. ഇന്ന ആള് ഇന്നതേ ചെയ്യാവൂ എന്ന് ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവും. പക്ഷെ അത്ര നിർദ്ദേശങ്ങളുടെ കാഠിന്യമില്ലാത്തവർക്ക് ഇഷ്ടം പോലെ ആകാം. പിന്നെ അതിനൊരു റൊട്ടീനുണ്ട്. പിന്നെ 8:30 മണിയാകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ചിലപ്പോൾ 6 മണിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. അതൊക്കെ അവിടെ നല്ലൊരു ടീമുണ്ട്, ഡോക്ടേഴ്സുണ്ട്. അത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചികിത്സയും ചിട്ടയുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അറൗണ്ട് മോർണിംഗ് 6 to ഈവനിങ് 6 അങ്ങനെ ത്രൂ ഔട്ട് ദ ഡേ എൻഗേജ്ഡ് ആയിരിക്കും.
ഓ ഓരോരോ പരിപാടികൾ ഓരോരോ പരിപാടികളായിട്ട്. പിന്നെ ചിലർക്ക് ഇപ്പോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ ചിലർ ഷട്ടിൽ കളിക്കും. ഈ പിന്നെ ഒബിസിറ്റിക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇത് പിന്നെ വെയിറ്റ് കുറയണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വിനോദം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു വ്യായാമമായിട്ട് കൊടുക്കും. ഓഹോ. അപ്പോൾ ആഹാരവും മാനേജ് ചെയ്ത് ഔഷധവും കൊടുത്തിട്ട് പിന്നെ ആസനങ്ങളും കൊടുത്ത് പിന്നെ അമിതമായിട്ട് ചില സ്ട്രെയിനും ഇപ്പോൾ ഷട്ടിൽ കളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കയറ്റിറക്കങ്ങളുണ്ട്, അതിൽ നടക്കാം, അങ്ങനെ പിന്നെ ജിംനേഷ്യം ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു വിനോദത്തിലൂടെ ഒരു ചികിത്സയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതം ഒരു ആഘോഷമാക്കണം എന്നാണ് ഇൻറ്റിമസിയുടെ പൊതുതത്വം. അതെ. ഈ ഫോൺ ടി വി അതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇല്ല, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മാറ്റി വെക്കാൻ പറ്റുമോ. എനിക്ക് നിർബന്ധം പിടിക്കാം, ഫോൺ പാടില്ല, ടി വി പാടില്ല. പക്ഷേ ആ കൃത്യമായിട്ടുള്ള ശക്തമായ നിയന്ത്രണം 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ പോണവിടത്തേക്കാ അതിലേക്ക് തന്നെയാണ്. സോ ഈ ചികിത്സ കൊണ്ട് ഒരു ഫലവും ഇല്ലാതായി വരും. എൻ്റെ രീതി, ഞാനിതെല്ലാം ഉപയോഗിക്കും, പക്ഷെ ഇതൊക്കെ എൻ്റെ ആവശ്യത്തിനാണ്. ഞാൻ പിന്നെ എനിക്കിഷ്ടമുള്ള ആഹാരം ഞാൻ കഴിക്കും. ചിലരെന്നോട് ചോദിക്കും, ഗുരുജി നോൺ വെജ് കഴിക്കുമോ? കഴിക്കും. യോഗി എന്തേ? ആഹാരം ആവശ്യത്തിനാണ്. മദ്യം കഴിക്കുമോ? എനിക്ക് വേണമെങ്കിൽ ഞാൻ കഴിക്കും. എന്തേ? പിന്നെ വ്യായാമം, എനിക്ക് ആവശ്യമുള്ള വ്യായാമം ഞാൻ ചെയ്യും. ഫോൺ, ടി വി, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കും. പക്ഷേ ഇതെല്ലാം എൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. എന്നെ ഹൈജാക്ക് ചെയ്യാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കില്ല. ഇതുപോലെയാണ് ഇവിടെ വരുന്നവരെ ഞാൻ ട്രെയിൻ ചെയ്യുന്നത്. അവർ വീണ്ടും ഈ മാസ്മരികതയുടെ, ഭ്രമങ്ങളുടെ, പിന്നെ എന്താണ് ടെംപ്റ്റേഷൻ്റെ ലോകത്തേക്കാണ് ഇറങ്ങുന്നത്. അവിടെയും ഒന്നിലും അമിതമായി ആശ്രയിക്കാതെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് എല്ലാത്തിലൂടെയും കടന്നു പോകാനാണ് ഞാൻ അവനെ പ്രാപ്തനാക്കുന്നത്. അതല്ലേ വേണ്ടത്. അല്ലാതെ ഇവിടെ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സൊക്കെ സ്വസ്ഥമായി, വെളിയിറങ്ങി വട്ടായിട്ട് വല്ല കാര്യമുണ്ട്. അതെ, അല്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കേണ്ടി വരും. അതെ, അത് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രണം ആർജിക്കുക. അങ്ങനെ നിയന്ത്രണം ആർജിച്ച് മനസ്സും ശരീരവുമായി പുറത്തിറങ്ങുമ്പോൾ അവൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാകും. അതാണ് ആരോഗ്യം. അതുതന്നെയാണ് വേണ്ടത്. പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ആരോഗ്യമല്ല. പ്രതിബന്ധങ്ങളെ ഫലപ്രദമായി നേരിട്ട് ആനന്ദത്തോടുകൂടി നേരിടുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബോക്സിങ്ങിന് പോകുന്നു. ബോക്സിങ്ങിന് ടെൻഷൻ അടിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അയ്യോ, പിന്നെ ഒരു പ്രാവശ്യം തോറ്റു, അപ്പോൾ പിന്നെ ഡിപ്രസ്സായിട്ട് കാര്യമുണ്ടോ? ആ ബോക്സിംഗ് റിംഗ് എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ, ശക്തിയുടെ, അർപ്പണത്തിൻ്റെ ഒരു കേളീരംഗമാണ്. അത് നന്നായിട്ട് ആസ്വദിക്കുമ്പോഴാണ് അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയില്ലേ, അത് നല്ലൊരു ആനന്ദ അനുഭവമായി മാറുന്നത്. ജീവിതവും ഇതുപോലൊരു ബാറ്റിൽ ഫീൽഡാണ്. അതാണ് ഭഗവത്ഗീതയും പറഞ്ഞത്, ജസ്റ്റ് ഫൈറ്റ്. വിത്തൗട്ട് എനി പ്രിമോണിഷൻ. നീയെന്നോ നിൻ്റേതെന്നോ എന്ന ഭാവമില്ലാതെ കർമ്മങ്ങളിൽ ഏർപ്പെടുക. അതാണ് പറയുന്നത് നിഷ്കാമ കർമ്മം. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കുക, പക്ഷെ ഒന്നിലും അറ്റാച്ച്ഡ് ആകാതെ, അഡിക്റ്റ് ആകാതെ, സ്വതന്ത്രമായി സന്തോഷമായി ജീവിക്കുക. അതാണ് കർക്കിടക ചികിത്സ കൊണ്ടും ഉദ്ദേശിക്കുന്നത്.